ചിക്കൻ കറി തന്നെ നമുക്ക് പല രീതിയിലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ വിറകടുപ്പിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, സവാള ആഡ് ചെയ്ത് കൊടുത്തു, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കറിയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത്, പച്ചമുളക് ആഡ് ചെയ്ത്, ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ചതച്ചതും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. 1.5 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ല എരിവുള്ള മുളക് പൊടി ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതിലെ ഈ റോ സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് പോയി കിട്ടുന്നത് വരെ നമുക്കിതിനെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്ത് അതിൻ്റെ കൂടെ നമുക്ക് തക്കാളി പേസ്റ്റ് കൂടി അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 തക്കാളി ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗരം മസാല പൗഡർ കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം അതിലോട്ട് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. 25 മിനിറ്റ് നേരം നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പിക്കായി എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കല്ലേ.